തെളിവ് കൊണ്ടുവരട്ടെ, ആരോപണം നടത്തിയ സ്ത്രീ തന്നെ രംഗത്ത് വരട്ടെ എന്ന വളരെ ലാഘവത്തോടെയുള്ള ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തിനുമുണ്ടായത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സുരേഷ്, ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ശശി തരൂർ തയ്യാറായിരുന്നില്ല. പലതവണ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായത്. അതും വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയത്തോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു ആരോപണ വിധേയായിട്ടൊരു സ്ത്രീ ഉണ്ടെങ്കിൽ, അത്തരത്തിലൊരു യുവതി ഉണ്ടെങ്കിൽ അവർ തെളിവുമായി വരട്ടെ എന്നുള്ള ഒരു മറുപടിയാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി തെരഞ്ഞെടുപ്പിന് 10 നാൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ, ഈ പലതരത്തിൽ പലയിടങ്ങളിൽ നിന്ന് ദുഷ്പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്, വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുമായി വരട്ടെ എന്നുള്ളതാണ് ശശി തരൂർ പറഞ്ഞു പോയത്. പലതവണ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞപ്പോഴും കൃത്യമായൊരു മറുപടി അദ്ദേഹം നൽകിയില്ല. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരു പെൺകുട്ടിയുടെ സ്ക്രീൻഷോട്ട് അടക്കമാണ് ജയ് ആനന്ദ് ഈ ഒരു വിവരം എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ആ സംഭവം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പെൺകുട്ടി വിവരിക്കുന്നുണ്ട്. ഒരു പുസ്തക പ്രകാശന ചടങ്ങിനിടയിലാണ് വളരെ മോശമായ രീതിയിൽ ശശി തരൂർ സ്പർശിക്കുകയും അതോടൊപ്പം തന്നെ തന്റെ ശരീരഭാഗങ്ങളിൽ നോക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള പെൺകുട്ടി പറയുന്നത് ആദ്യത്തെ തവണയല്ല. വീണ്ടും ഒരു പുസ്തക പ്രകാശന ചടങ്ങുമായി ബന്ധപ്പെട്ടും ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും ഇതേ രീതിയിലുള്ള മോശമായ പെരുമാറ്റം ആവർത്തിച്ചിരുന്നു എന്ന പെൺകുട്ടി പറയുന്നുണ്ട്. മാത്രമല്ല, മുൻപ് ായിട്ടുള്ള രീതിയിൽ, അത് ശശി തരൂരിനെ പറ്റി ഈ സ്ത്രീ വിഷയങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുക, ഈ സംഭവങ്ങൾ നേരത്തെയും എക്സിലൂടെ ഇത്തരത്തിൽ ആ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇത്രത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. പെൺകുട്ടികൾ അത് വളരെ ആരാധനയോട് കൂടിയാണ് ശശി തരൂരിനെ ആ പെൺകുട്ടി സമീപിച്ചത് എന്ന് ആ പെൺകുട്ടി തന്നെ ആ സ്ക്രീൻഷോട്ടിൽ ആ ഒരു അതായത് അഭിഭാഷകൻ അയച്ച ആ ഒരു സന്ദേശത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. തനിക്ക് ശശി തരൂരിനോട് ആരാധനയായിരുന്നു, ആ രീതിയിലാണ് അദ്ദേഹത്തെ സമീപിച്ചത്. വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ച് നിൽക്കവെയാണ് ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വളരെ മോശമായി സ്പർശിക്കുന്നു, കൈകളിൽ പിടിച്ച് അമർത്തുന്നു, ശരീരഭാഗങ്ങളിലേക്ക് നോക്കി സംസാരിക്കുന്നു, കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്നില്ല. തനിക്കിത് തോന്നിയതാണെന്ന് പെൺകുട്ടി ആദ്യം തെറ്റിദ്ധരിച്ചിരുന്നു. വീണ്ടും സമാനമായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങൾ വീണ്ടും ഒരു പുസ്തക പ്രകാശന ചടങ്ങിനിടെ ആവർത്തിക്കപ്പെടുന്നു. ഇത്രത്തോളം ഈ ഒരു വിഷയം വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ പെൺകുട്ടി ഈ ഒരു സന്ദേശമായി അഭിഭാഷകന് നൽകിയിരിക്കുന്നത്. അദ്ദേഹം ജയ് ആനന്ദ് അത് എക്സിലൂടെ കൃത്യമായി വിവരിക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ BJP IT സെൽ മേധാവിയും ഇടപെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രതികരണം ആരാഞ്ഞപ്പോൾ തന്നെ അതൊരു വലിയ പ്രശ്നമേ അല്ല. ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറി എന്നുള്ള വിഷയം വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്. പക്ഷേ അതിനോട് വളരെ ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളോടും ചോദിക്കുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ദുഷ്പ്രചരണമാണ്. രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ, ആ പെൺകുട്ടിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2-3 പ്രാവശ്യം പല തവണയാണ് ഇത് ആദ്യത്തെ സംഭവമായിരുന്നില്ല. അപമര്യാദയായി പെരുമാറുന്നു, അപമര്യാദമായ രീതിയിലുള്ള പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തിനും ഉണ്ടാകുന്നു. വളരെ ആരാധനയോടെ സമീപിച്ച ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ചെയ്തി ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് എന്ന രീതിയിലുള്ള ആ പെൺകുട്ടിയുടെ വാക്കുകൾ